തിരുവനന്തപുരം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്താൽ ടൂറിസ്റ്റ് വില്ലേജിന്റെ നിറം മങ്ങിയിരിക്കുകയാണ്. കുടിവെള്ള സൗകര്യം ഏർപ്പെടുത്താത്തതും പ്രവർത്തനരഹിതമായ ശൌചാലയങ്ങളും വിശ്രമ കേന്ദ്രങ്ങളുടെ അഭാവവും ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് നിരാശയാണ്. അരുൺ സോളമന്റെ റിപ്പോർട്ട്. വേളി ബീച്ചിനെയും വേളി ടൂറിസ്റ്റ് വില്ലേജിനെയും പ്രധാനമായി ബന്ധിപ്പിക്കുന്ന നടപ്പാതയിലൂടെയാണ് ഞാനീ നടന്നു വരുന്നത്. വേനലവധിക്കാലമായിട്ടും വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഒഴുക്ക് കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് തേടിയാണ് റിപ്പോർട്ടർ സംഘം ഇന്ന് ഇവിടെ എത്തിയത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് വേളി ടൂറിസ്റ്റ് വില്ലേജ് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൻ്റെയും KTDCയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെയും മേൽക്കൂരകൾ തകർന്നപ്പോൾ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഇടമില്ലാതെയായി. തെരുവു നായയുടെ ശല്യവും മാലിന്യ പ്രശ്നവും ശൗചാലയങ്ങളുടെ കുറവും സഞ്ചാരികളെ ഇവിടെ നിന്നും പൂർണ്ണമായി അകറ്റി. ശൗചാലയങ്ങൾ ഒരെണ്ണം ഉണ്ടെങ്കിലും ഒരെണ്ണേ ഉള്ളൂ. ബീച്ചിലോട്ട് പോയാൽ അവിടെ ഇല്ല. അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചിരുന്നെങ്കിലും അത് ഓപ്പണല്ല, അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി അതും കൂടി തുറന്നു കൊടുക്കുക. ജനങ്ങൾ ബുദ്ധിമുട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ അവർക്ക് എന്തുമാത്രം സഹിച്ചായിരിക്കും ഇതുവരെ വരുന്നത്. അതൊക്കെ ഇവർ ചെയ്തു കൊടുക്കേണ്ട മെയിൻ കാര്യങ്ങളാണ്. ഇപ്പോൾ ആൾക്കാരെ എണ്ണം കുറഞ്ഞു വരികയാണ് ഇവിടെ വരുന്നവരുടെ. വേളിയിലെത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും പ്രധാനപ്പെട്ട ആകർഷണമാണ് ഇവിടുത്തെ ബോട്ടിംഗ് സർവീസ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി 3 ബോട്ടുകൾ കട്ടപ്പുറത്തായിരിക്കുകയാണ്. ആദ്യം 6 ബോട്ടുകളായിരുന്നു പ്രധാനമായും സഞ്ചാരത്തിനായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ 3 ബോട്ടുകൾക്ക് 2 ഡ്രൈവർമാർ മാത്രമാണ് സർവീസ് നടത്താനായി ഉള്ളത്. ബോട്ടുകളെല്ലായിടത്തും ഒതുക്കിയിട്ടിരിക്കുകയാണ്. സവാരി ബോട്ട് ഇല്ല ഇവിടെ. ഇപ്പോൾ സവാരി ബോട്ടിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറുന്നത്. മറ്റേ സ്പീഡ് ബോട്ടിലൊക്കെയാണ് 4 പേർക്ക് കയറാൻ പറ്റും. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? എല്ലാം ഒതുക്കിയിട്ടിരിക്കുകയാണ്, കട്ടപ്പുറത്താണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ വരയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ടൂറിസം. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ വേളി ടൂറിസ്റ്റ് വില്ലേജിനെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.